ഹലോ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോക്ക് സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും മാര്യം പൂജയാണ് മച്ചാമാരെ. അപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് മച്ചാമാരെ. നമ്മുടെ ടീമിൻ്റെ പേര് മിന്നൽ ബോയ്സ് എന്നാണ്. നമ്മൾ മേളവും അതുപോലെ തന്നെ തെയ്യമാണ് മച്ചാമാരെ. നമ്മുടെ പരിപാടി ഉഷാർ പരിപാടിയാണ്. നമ്മൾ ആദ്യമായിട്ട് വേല കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മുടെ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു 6 ചെക്കന്മാരുള്ളൂ, വന്നിട്ടാണ് ഒരു പരിപാടി കൊണ്ടുപോകുന്നത്. ഉഷാറായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഇപ്പോൾ അടിപൊളി മൂവിങ് കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ലാസ്റ്റ് വരെ നമ്മുടെ പരിപാടി ഉഷാറായിട്ട് ഒരു കച്ചറയിലുള്ള പരിപാടി ഉഷാറായി. നമ്മുടെ പരിപാടി ഗംഭീരമായി നിന്നാണ് എല്ലാവരും നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പരിപാടി എന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഓരോ വേലകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വെച്ചാൽ ഇപ്പോൾ മിന്നൽ ബോയ്സിൻ്റെ തെയ്യത്തിൻ്റെ പരിപാടികളുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഓരോ വേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കൂട്ടി എല്ലാവരും യൂട്യൂബ് ചാനലിൽ ഞാൻ വിളിച്ചിട്ടായിരുന്നു 30-ാം തീയതി മാരുമിച്ചാണ് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ജസ്റ്റ് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നെ ആരും കണ്ടില്ല വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹെയറിലൊക്കെ കളർ ചെയ്തുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റാത്തത് വിചാരിക്കണം. അതുപോലെ 2-3 പേര് എൻ്റെ അടുത്ത് വന്നു സുജിത്ത് മച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എന്നൊക്കെ പറഞ്ഞു. ഇത് മറ്റേ ഏറ്റക്കുളം ടീംസ് യൂത്ത് ബോയ്സിൻ്റെ പരിപാടിയാണ്. ശിങ്കാരിമാള മച്ചാമാരെ അടിപൊളി പരിപാടി കാര്യങ്ങളൊക്കെയാണ്. ഉഷാറായിട്ടുണ്ട്. ശിങ്കാരമേളം ഉണ്ട്. അതുപോലെ തന്നെ പൂക്കാവടിയല്ല മറ്റേ കാവടി ഉണ്ട് മച്ചാമാരെ. മറ്റേ ഇതൊക്കെ പോപ്പറൊക്കെ വീണിട്ട് ആ സാധനമാണ് കാവടി. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ വേല ജസ്റ്റ് കാണിച്ചു തരാൻ മച്ചാമാരെ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് ആരെയും ഞാൻ എന്താ പറഞ്ഞതെന്ന് വൃത്തിക്കുന്നില്ല. നിങ്ങൾ പരിപാടികൾ കണ്ടു നോക്കി, ഓക്കെ? എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓരോന്നോരോന്നൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം, ഓക്കെ? ഞാൻ ഓരോ വേല ആൾക്കാരുടെ പേരും ഇത് മാത്രം പറഞ്ഞുതരാം, ഓക്കെ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത ടീംസാണ് മച്ചാന്മാര്. ഇവർ ഫസ്റ്റ് പോയി. അതിൻ്റെ ബാക്കിൽ വരുന്നത് വേറൊരു ടീമാണ്, കഴിഞ്ഞോളം. അവരുടെ പരിപാടി വന്നിട്ട് ബാൻഡ് സെറ്റാണ് മച്ചാന്മാര്. ബാൻഡ് സെറ്റും മയിലാട്ടവും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ പരിപാടി അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. എല്ലാവരുടെ പരിപാടി സൂപ്പറാണ്. നമ്മൾ ഓരോരുടെ പരിപാടി നല്ലത്, ഒരാളുടെ പരിപാടി കെട്ട് അങ്ങനെ പറയാനുള്ള എല്ലാവരുടെ പരിപാടി അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും ഉഷാറായിട്ടുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിൽ നമ്പർ 1 മാര്യം പൂജ പറഞ്ഞിട്ട് നമ്മുടെ ഏറ്റക്കുളം മാര്യം പൂജ മാത്രമേ ഉള്ളൂ മച്ചാന്മാർ. ടോപ്പ് അടിപൊളി പരിപാടി കാര്യങ്ങളും എല്ലാം ഉഷാറാക്കുന്നത് നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ മയിലാട്ടം ഉഷാറായിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഇത് മാരിങ്കോലും കോടമ്പുളത്തിൻ്റെ അവൻ്റെ പരിപാടിയാണിത്. തമ്പോല പരിപാടി ഉഷാറാണ്. അതിൻ്റെ ബാക്കിൽ പൂക്കാവടിയുണ്ട്. പിന്നെ ഡാൻസും കാര്യങ്ങളും എല്ലാവരും കളിച്ച് എല്ലാവരും സന്തോഷത്തോടെ പരിപാടിയൊക്കെ ഉഷാറായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ കമ്മിറ്റിക്കാരിൽ വരുമ്പോൾ മാത്രം ജസ്റ്റ് സൂചിപ്പിച്ചു തരാം, ഓക്കെ? വെറുതെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നില്ല. അങ്ങനെ പൂക്കാവടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാരിയമ്മൻ്റെ വേഷമാണ്, വണ്ടി വേഷം. പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. പരിപാടി കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ രാത്രി കാലത്തൊക്കെ സൂപ്പറായിട്ടുള്ള പറഞ്ഞ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ പരിപാടി. അത് നമ്മുടെ പരിപാടി. അടുത്ത് വന്നിട്ട് ഞാൻ പറയാം കുറുക്കം പറ്റ, അതും തമ്പോലയാണ് വെച്ചവര്. തമ്പോല പരിപാടിയാണ്. കൊട്ടും കാര്യങ്ങളൊക്കെ ഉഷാറാണ്, നന്നായിട്ടുണ്ട് കാണാനും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ തെയ്യത്തിൻ്റെ ഇതാണ്. 5 വേഷമുണ്ട്. അതിലൊരു വേഷമുള്ളത്. ഇത് കഴുതുകുഴിക്കാൻ്റെയാണ് ഫ്രണ്ട്സ് ടീം. അവൻ്റെ പരിപാടി DJ. അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സൗണ്ടും എല്ലാം കൊണ്ടും.
വെള്ളം കുടിച്ചൊക്കെ ശരിയായില്ല, അതാണ് ജലദോഷം കാരണം. അങ്ങനെ അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കളിച്ച് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എല്ലാവരും നമ്മുടെ കൂട്ടുകാരന്മാരെ, ഇതൊക്കെ കാണുന്നതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ, എല്ലാ കമ്മിറ്റിയിലും കൂട്ടുകാരന്മാരൊക്കെ. അങ്ങനെ വേല അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബാക്കിൽ ആരാണ് ജസ്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ ബാക്കിൽ നമ്മുടെ തെയ്യത്തിൻ്റെ നമ്മുടെ ടീംസാണ് മച്ചാന്മാർ. അവർ ഫ്രണ്ട് നമ്മൾ ബാക്കിലും അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി റൗണ്ട് അടിച്ചാണ്. ഇതിൽ കുറേ വേലകളുണ്ട് മച്ചാന്മാർ, ഞാൻ പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. നമുക്ക് കമ്മിറ്റി നിൽക്കുന്ന കാരണമായതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ചെക്കന്മാരുള്ളൂ, കൈ കൊടുത്ത്